ഗുഡ് മോർണിംഗ് സീത. ഗുഡ് മോർണിംഗ് പവൻ. ബൈ ദ വേ, നിന്റെ ഫ്രണ്ട് എവിടെ? ഓഫീസിന്റെ അടുത്തല്ലേ ഇപ്പൊ വീട്. അപ്പൊ അവള് സമാധാനത്തിലൊക്കെ വരുള്ളൂ. എനിക്കും അതെ, അടുത്ത് എവിടെങ്കിലും ഒരു വീട് കിട്ടിയാൽ കൊള്ളാന്നുണ്ട്. ഈ ട്രാഫിക്കിലൂടെ വന്ന് വന്ന് മടുത്ത് മനുഷ്യൻ. അതെ, എനിക്കിപ്പോ വീടിന്റെ അടുത്തൊരു ടീ സ്റ്റാൾ ഇട്ടാലോ എന്നൊരു ആലോചനയുണ്ട്. എനിക്കെന്തെങ്കിലും വർക്ക് ഫ്രം ഹോം ഉണ്ടായിരുന്നെങ്കിൽ. ആഹാ. പവൻ, ഞാനൊരു പാർട്ട് ടൈം ജോബ് നോക്കുന്നുണ്ട്. നിനക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ. അല്ല, ഞങ്ങള് ഫസ്ട്രേഷൻ കാരണം ടൈം പാസിന് വേണ്ടി ഓരോന്ന് പറയുന്ന. നിങ്ങള് തമാശയാക്കിയോ? അയ്യോ, ഞാൻ തമാശക്ക് ചോദിച്ചതല്ല, സീരിയസ് ആയിട്ട് ചോദിച്ചതാ. പാർട്ട് ടൈം ജോബ് നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയൂ പ്ലീസ്. ആണോ സീത? അപ്പോ മാനേജറിനോട് പറഞ്ഞ ഇവിടെ എക്സ്ട്രാ ജോലി തരുമല്ലോ. പക്ഷെ ഇവിടെ എക്സ്ട്രാ ശമ്പളം കൂടി കിട്ടണ്ടേ? അതെങ്ങനെ കൊടുക്കും? ഇവിടെ അടുത്തല്ലേ നമ്മുടെ ശമ്പളമൊക്കെ കൂട്ടി തന്നേ. അതെ, ഇപ്പൊ അടുത്തല്ലേ നമുക്ക് ശമ്പളം ഹൈക്ക് ചെയ്തേ. എന്നിട്ടും എനിക്ക് പാർട്ട് ടൈം ജോബ് വേണോ? വീട്ടിലെ ആവശ്യങ്ങൾക്കായി കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു, അല്ലേ സീത? ഒരു പ്രിന്റ് എടുക്കണമായിരുന്നു. ഹേയ്, ഡെത്ത് നോട്ടല്ല, നെയിം ചേഞ്ചും അല്ല, ജോബ് വേക്കൻസി ഉണ്ടെന്ന്. എൻ്റെ ഓഫീസിലേക്കടാ കുട്ടാ. അക്കൗണ്ട്സിലെ ജോബ് വേക്കൻസി ഉണ്ട്, 6 മുതൽ 8 വരെ നടിക്ക്. ഓക്കെ? മുതൽ 8 എന്റെയും സീതയുടെയും കെട്ട്. സീത മേഡം, എന്തോ വലിയ കൺഫ്യൂഷനിലാണെന്ന് തോന്നുന്നു. ഹായ്. ഹായ്. എന്തേ ഇന്ന് നിന്റെ ബോസ് നിനക്ക് ജോലിയൊന്നും തന്നില്ലേ? ഓ റാം, നീ എപ്പ എത്തി? ആഹാ, ഇത്ര അടുത്തല്ലേ ഇരിക്കുന്നേ, എന്നിട്ട് നീ എപ്പോഴാ വന്നേന്നോ? അതിന് മാത്രം ചേച്ചിക്ക് എന്താ പണി? ഏയ്, ഇതെന്താ ഏതോ ജോലിയുടെ ഫോം ഫില്ല് ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ. ആക്ച്വലി ഞാൻ തന്റെ വീട്ടിലേക്ക് വന്നിരുന്നു. എന്റെ വീടും നിന്റെ വീടും അടുത്ത് തന്നെയല്ലേ? പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ. അത് ഞാൻ സീതയുടെ വീട്ടിലേക്ക് പോയിരുന്നു. അത് പുതിയ കാര്യമൊന്നും അല്ലല്ലോ. ആണോ? തന്നോടൊന്ന് സംസാരിക്കാൻ വേണ്ടി. എന്നും ഓഫീസിൽ വെച്ച് കാണുന്നതല്ലേ റാം, പിന്നെന്താ പ്രത്യേകിച്ച് സംസാരിക്കാൻ? അത് വീക്കെൻഡ്സിലെങ്കിലും നീ നിനക്ക് വേണ്ടി സമയം ചെലവഴിച്ചൂടെ? എന്തിനാ നീ ഇങ്ങനെ ഓടി നടക്കുന്നത്? ഇതിനുള്ള സമയമൊക്കെ നിനക്ക് എവിടുന്നാ കിട്ടുന്നത്?
എനിക്ക് വേണ്ടി താൻ കുറച്ചു നേരം സമയം ചെലവാക്ക്. സമയം എപ്പോഴും ഒരുപോലെ ആവില്ല. സമയം വേസ്റ്റ് ചെയ്താ പിന്നെ നീ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ആ, അത് ഞാൻ വീട്ടിലേക്ക് വന്നപ്പോ താൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. താനെന്ന് എവിടെയായിരുന്നു എന്ന് പറയാവോ? ഓ, ഈ ജോലി സ്യൂട്ട് ആയിരിക്കുമല്ലോ, ടൈമിംഗ് ഓക്കെ ആയിരിക്കുമല്ലോ. ഒരു മിനിറ്റ്, പ്രിന്റ് ഔട്ട് എടുത്തിട്ട് വരാവേ. സീത, ഇത് സൂപ്പർ ആയിട്ടുണ്ട്, ട്രൈ ചെയ്. റാമിനെ കാണുമ്പോ എന്തോ പാവം തോന്നുന്നുണ്ട് പ്രിയ. അവന് ഞാൻ കൊടുത്തോളാം, നീ ഇത് കഴിക്കാൻ നോക്ക്. ഓക്കെ, എന്തു പറ്റി? പാവം, അവൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് നല്ലതല്ലേ? അവന് ഒരു ലൈഫ് വേണ്ടേ പ്രിയ? ഏയ്, അവൻ എന്താ നിന്റെ വീട്ടു ജോലിക്കാരനായിട്ടാണോ വരുന്നത്? ആസ് എ ഫ്രണ്ട് അവനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനെ കിട്ടുന്നത് അപൂർവ മോളെ. പാവമാടി അവൻ. എപ്പോഴും എനിക്കൊരു പ്രോബ്ലം വരുമ്പോ ഞാൻ അവനോട് പറയുന്നത് എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല. ശരി ശരി, ആക്ച്വലി എനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോടെ പറയും, നീ അതൊക്കെ കേട്ടേ പറ്റുള്ളൂ. ആക്ച്വലി പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ച തന്നെ വീട് ഷിഫ്റ്റ് ചെയ്യണം. അതൊക്കെ അറേഞ്ച് ചെയ്യാൻ നീ തന്നെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. നീ എക്സ്പീരിയൻസ്ഡ് അല്ലേ? വീട് ഷിഫ്റ്റ് ചെയ്തില്ലേ ഇതുവരെ? അത് പറഞ്ഞ രക്ഷപ്പെടുന്നെന്ന് മാത്രമേ ഉള്ളൂ. അന്ന് സ്വീറ്റ് കൊടുത്തിട്ട് ഇന്ന് വരെ മാറിയില്ലെന്ന് പറഞ്ഞാൽ കളിയാക്കില്ലേ എല്ലാരും എന്നെ? ശരി, ശരിയാക്കാം. എന്തോ രണ്ടുപേരും വല്ലാതെ ഡള്ളാണല്ലോ. ഇങ്ങനെയൊക്കെ നിൽക്കാൻ ഇവർക്ക് പറ്റുമോ? അയ്യോ, എനിക്കിതൊന്നും പറ്റില്ല കേട്ടോ. ക്യാബിനിലേക്ക് വാ. ഇതെന്താ ഈ പുതിയ പരിപാടി? വാ. ഹലോ, നിനക്കവിടെ എന്താ പുതിയ പരിപാടി? ആ, കണ്ണും തുറന്നു വെച്ച് എന്തോ തിരയുന്ന പോലെ തപ്പുന്നുണ്ടല്ലോ. മനസ്സിലുള്ളത് എന്താന്ന് സംസാരിച്ച് തീർക്ക്. നീ ഇനിയിപ്പോ ഒന്നും പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാൻ നോക്കണ്ട. നിന്റെ ഉള്ളിലെ സ്നേഹം മറച്ചു പിടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സർ, നീ ഇവിടെ ഇത് ഇത്ര എളുപ്പത്തിൽ നടക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതേ ഇല്ല. അല്ല, അത് എന്റെ മനസ്സിലുള്ളതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടല്ലേ? ഞാനൊരു പൊട്ടി, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എന്ന് കരുതി നിങ്ങൾ വെറുതെ ചീത്ത പറഞ്ഞു. ഐ ആം സോ സോറി. ഐ മീൻ, ഐ ആം റിയലി ഹാപ്പി. സർ, എനിക്ക് എത്ര സന്തോഷമായെന്ന് പറഞ്ഞു തരാൻ പോലും എനിക്ക് അറിയില്ല. വെയിറ്റ് പ്രിയ, നിങ്ങൾ തെറ്റായിട്ടാ മനസ്സിലാക്കിയത്. ഇത്രയും കാലം അങ്ങനെയാ സർ ഞാൻ മനസ്സിലാക്കിയത്. നോ, ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് നിങ്ങളോടല്ല. ആക്ച്വലി നിങ്ങൾ വന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല.
those words are not for you. Sorry. പിന്നെ ആരോടാ പറഞ്ഞേ? അത് തന്നോടല്ല. ദാറ്റ്സ് ഇറ്റ്. താനെന്താ വന്നേ? നിങ്ങൾ എന്തോ ടെൻഷനിലാണെന്ന് തോന്നി. കോഫി കൊണ്ടുവരണമെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. നോ, എനിക്കൊന്നും വേണ്ട. പ്ലീസ്. എന്നോടല്ലെങ്കിൽ പിന്നെ ഏത് മൂദേവിയോടാ സംസാരിച്ചേ? അവൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നേ? ഇവന്റെ പ്രേമം ശരിയാക്കാൻ നടന്ന് എന്റെ ലൈഫ് കൊടുങ്കാറ്റിൽ പെട്ട പട്ടാവുന്ന തോന്നുന്നു. ഇത് വെള്ളമാണോ? അത് സോഡയാടി. എടി പതുക്കെ. എന്താ പറ്റിയേ? അയ്യോ, എന്താന്ന് പറ. നിന്റെ ചേച്ചിയുടെ കയ്യില് റാം സൈൻ ചെയ്ത ചെക്സ് ഉണ്ട്. നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ അതൊന്ന് എനിക്ക് എടുത്തോണ്ട് താ. നിന്റെ പേരിന് ചേർന്ന ജോലി നീ ഇപ്പോഴാ ചെയ്തേ. എന്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കുവേട്ടാ. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോ എത്രമാത്രം ടെൻഷൻ ഉണ്ടാവുന്നൊക്കെ എനിക്കറിയാം. എന്നാ നീ കുറച്ച് സോഡയും കൂടെ കുടിക്കേ. ഭയത്തിക്കപ്പുറം താൻ വെട്രി. വേണ്ട. Checkmate. എന്താ? താങ്ക്സ്. ഇപ്പെങ്കിലും മനസ്സിലായില്ലേ എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെന്ന്? ഭ്രാന്തമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാ. അപ്പൊ പിന്നെ ഈ താങ്ക്സ് ഒക്കെ എന്തിനാ? നീ ഇതൊന്ന് ചെയ്യെന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ ഒന്നും ചിന്തിക്കാതെ അത് ചെയ്തു തരില്ലേ നിങ്ങൾക്ക് വേണ്ടി? ഇത് കാരണം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാ മതി ഏട്ടാ. ഏയ്, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നല്ലത് മാത്രമേ സംഭവിക്കൂ. നിന്റെ സ്നേഹത്തിനോട് ഞാൻ ഒരിക്കലും ചതി കാണിക്കില്ല മോളെ. എന്നാ ഇനിയിപ്പോ ഇത് അവിടെ വെച്ചിട്ട് വാ. അയ്യോ, എക്സാമിന് കോപ്പി അടിക്കുന്നത് പേടിയായതുകൊണ്ട് ഫെയിൽ ആയവളാ ഞാൻ. എന്നെ കൊണ്ടാണോ ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നത്? എന്നെ കൊണ്ടത് പറ്റില്ല ഏട്ടാ, എന്നെ കൊണ്ട് പറ്റില്ല. നോക്ക്, ഈ ഒരൊറ്റ ടെസ്റ്റിൽ നീ പാസ്സായി കഴിഞ്ഞാ ഈ വീട് മൊത്തം പാസ്സായതുപോലെയാ. എന്റെ ചക്കരയല്ലടാ. പ്ലീസ് പോയി വെച്ചിട്ട് വാ മോളെ. ഇന്നാ ചെല്ല്. ഒരിത്തിരി പൊട്ടത്തരമൊക്കെ ഉണ്ടെങ്കിലും ആള് മിടിക്കുക.
സീതാ മാഡം. സീതാ മാഡം, വാട്ട് എ സർപ്രൈസ്. വരൂ, അകത്തിരിക്കാം. സർ, എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കാര്യമുണ്ടോ സീതയ്ക്ക്? ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ. ഇല്ല സർ, സോറി, എനിക്ക് ഇവിടെ എത്തുന്നവരെ മനസ്സിലായില്ല. ലൊക്കേഷൻ നോക്കിയിട്ടാ വന്നത്. അതായത് വഴിതെറ്റി വന്നതാണോ? അങ്ങനെയല്ല സർ, ഞാനൊരു പാർട്ട് ടൈം ജോലി നോക്കുന്നുണ്ടായിരുന്നു. പേപ്പറില് ഞാൻ അക്കൗണ്ടന്റിനെ വേണമെന്ന് പറഞ്ഞത്. പക്ഷെ സീത ജോലി നോക്കുന്നുണ്ടായിരുന്നോ? എന്തിനാ സീത മാഡം? സോറി സർ. സോറി ഞാനല്ലേ പറയണ്ടേ? തനിക്ക് മുഷിപ്പ് തോന്നിക്കാണും. ഏതോ വലിയ കമ്പനിയാന്നോർത്ത് വന്നതാവൂല്ലേ. ബട്ട് ഇവിടെ സോറി. അങ്ങനെയല്ല സർ, പാർട്ട് ടൈം ജോലി നോക്കുന്നുണ്ട്. ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓഫീസിലെ ജോലിക്ക് സീത ഓക്കെ അല്ലേ? അക്കൗണ്ടന്റ് ജോബ് തന്നെയല്ലേ? അതെ. അകത്തിരുന്ന് സംസാരിക്കാം, വാ പ്ലീസ് കം. ലോയറുടെ ഓഫീസിലെ ലോ പഠിച്ചവർക്ക് മാത്രമേ ജോലിയുള്ളെന്ന് ആരാ പറഞ്ഞേ? ഇരുന്നോളൂ പ്ലീസ്. ഗോപി, കോഫി. എന്താണെന്നോ, ഞാനും ഇപ്പൊ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ക്ലയൻസും കുറച്ച് കൂടുതലാണ്. സീതയേക്കാൾ നല്ല കാൻഡിഡേറ്റിനെ കിട്ടുമോ? താൻ എന്ത് ജോലി ചെയ്താലും വൃത്തിയായിട്ടേ ചെയ്യൂ. സീത മാഡം, തനിക്ക് ഈ ജോലി ഓക്കെ അല്ലേ? സർ, ആ ചോദ്യം ഞാനല്ലേ ചോദിക്കേണ്ടത്? നിങ്ങളൊരു ഇന്റർവ്യൂ പോലും എടുത്തില്ല. അത് മറ്റുള്ളവർക്കല്ലേ സീത, തനിക്കല്ല. ഞാൻ ഓൾറെഡി തന്നെ ജോലിക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സാലറി എക്സ്പെക്ടേഷൻ എന്തെങ്കിലും ഉണ്ടെ പറ, ഫിക്സ് ചെയ്യാം. സർ, ഓ സോറി, ഞാൻ തന്നെ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇറ്റ്സ് ഓക്കെ, ടേക്ക് യുവർ ഓൺ ടൈം. ഞാൻ ഈ പോസ്റ്റിലേക്ക് മറ്റാരെയും സെലക്ട് ചെയ്യില്ല സീത, ഓക്കെ അല്ലേ? കോഫി കുടിക്കേ? എടുക്കടൂ. ഞാൻ ചെക്ക് അവിടെ വെക്കുമ്പോ ചേച്ചി വന്ന് പെട്ടെന്ന് വാതിൽ തുറന്നിരുന്നെങ്കിൽ, അയ്യോ എന്റെ ദൈവമേ. അയ്യോ, ഇതെന്താ? ആ ജോലി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ട് നീ എന്താ കൊച്ചു കുട്ടികളെ പോലെ? ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തെന്ന് എനിക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാധനയല്ലേ നീ? സാധന നീ മനസ്സ് വെച്ചാൽ സാധിക്കാത്ത ഒന്നുമില്ല. അതെ, നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. നല്ലതിനു വേണ്ടിയാന്ന് പറഞ്ഞില്ലേ? അതെ, എന്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ. നീ ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാ അവിടെ ഇരിക്കുന്നില്ല ഒരുത്തി. പെട്ടെന്ന് കണ്ടുപിടിക്കും നീ തെറ്റിയതെന്നുള്ള കാര്യം. ആണോ? ചേച്ചി എങ്ങാണോ എന്റെ മുന്നിലേക്ക് വന്നായിരുന്നെങ്കിൽ ചേച്ചി എങ്ങനെ ഫേസ് ചെയ്യണോന്ന് പോലും എനിക്ക് അറിയില്ല ഏട്ടാ. നിന്റെ ചേച്ചി എപ്പോഴും നിന്റെ മുന്നിലേക്ക് വരും ഇങ്ങനെ ജാടയിട്ടോണ്ട്. എന്താ? ഒന്നുമില്ല. നേരത്തെ ചേച്ചി എന്തോ ചോദിച്ചിരുന്നു. എല്ലാത്തിനും തലയാട്ടി വിട്ടിട്ട് ഞാനിങ്ങി പോകുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല. നല്ല പേടിയുണ്ട് എനിക്ക്. എന്താ സംഭവിക്കുന്നതെന്നും അറിയില്ല. നിനക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? അയ്യോ ഇല്ല ഏട്ടാ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. സോറി, നിനക്ക് വിഷമമായെങ്കിൽ ഞാൻ നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയട്ടെ. അയ്യോ ഏട്ടാ, അങ്ങനെയൊന്നും ചെയ്യണ്ട. ഇതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഭാര്യയുടെ കാലിൽ വീണ് സോറി പറയുന്നതിൽ ഒരു തെറ്റുമില്ല. നല്ലതല്ലേ? എന്താ നിങ്ങളിങ്ങനെ? എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവും ഇല്ലെന്നേ. നിങ്ങളോട് എനിക്ക് വലിയ ബഹുമാനമാ, അത്രയ്ക്ക് ഇഷ്ടമാ. പക്ഷെ എനിക്കെന്തോ പേടി തോന്നുന്നുണ്ട് ഏട്ടാ. അല്ല, എന്നെ കണ്ടിട്ടാണോ? അല്ല, അറിഞ്ഞു കഴിഞ്ഞാ. അങ്ങനെ ഒന്നും അറിയാൻ പോകുന്നില്ല. നോക്ക്, നീ നല്ലവളാ. നിനക്കൊരു ദോഷം സംഭവിക്കില്ല. ഈ വീട്ടില് നല്ലവർക്ക് ദോഷം സംഭവിക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരിക്കലും സമ്മതിക്കില്ല.
ഞാൻ മേപ്പോട്ട് പോയാലത്തെ കാര്യം അറിയില്ല. പക്ഷെ അങ്ങനെ എങ്ങാനും സംഭവിച്ചു പോയാ നീ ഒരു കാര്യം ചെയ്യണം. രാമനെ നീ നോക്കിക്കോണേ പ്ലീസ്. ഇങ്ങനൊന്നും പറയല്ലേ. പാപം ചെയ്തവനല്ലേ ഞാൻ. നിങ്ങൾ നല്ലവനാ, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. അല്ല, നല്ലവരെയൊക്കെ ദൈവം നേരത്തെ വിളിക്കുമെന്ന് കരുതിയാണോ? ദൈവമേ, ഒന്ന് നിർത്തുന്നുണ്ടോ? അങ്ങനെയൊക്കെ സംഭവിച്ചാൽ തന്നെ ആർക്കും തടയാൻ സാധിക്കില്ല. അങ്ങനെ സാധിക്കുമായിരുന്നെങ്കിൽ 20 വർഷം മുമ്പ് ഇവിടെ സംഭവിച്ചത് എനിക്ക് തടയാൻ പറ്റുമായിരുന്നു.